അപ്പോസ്തല പ്രവൃത്തി പുസ്തകം 28-ാം അധ്യായം 5-6 വാക്യങ്ങൾ. അതിൽ നിന്നൊരു ചെറിയ ചിന്ത മാത്രം പറഞ്ഞു വേഗത്തിൽ ഇരിക്കാൻ കർത്താവിൽ ആഗ്രഹിക്കാം. അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു. പൗലോസ് ദോഷമൊന്നും പറ്റിയില്ല. അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തു വീഴുകയോ ചെയ്യുമെന്ന് വെച്ച് അവർ കാത്തുനിന്നു. വളരെ നേരം കാത്തു നിന്നിട്ടും അവനൊരു ദോഷവും ഭവിക്കുന്നില്ല എന്ന് കണ്ട് മനസ്സുമാറി അവനൊരു ദേവൻ എന്ന് പറഞ്ഞു. സന്തോഷത്തോടെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ഇടപെടുന്നത്, നമുക്ക് ചിലത് സംഭവിക്കും. എന്ത് സംഭവിക്കുന്നു? ദോഷം സംഭവിക്കുമെന്ന് വിചാരിച്ചിരിക്കുന്നവരുടെ മധ്യേ ദൈവം ചിലത് നമുക്ക് ചെയ്യാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി എന്നോട് നിങ്ങളോട് ഇടപെടുന്നു. അവർ വിചാരിച്ചു, മെലിത്ത നിവാസികൾ വിചാരിച്ചിരുന്നത് എന്താണ്? ഈ പൗലൂസിന് ഇപ്പോൾ എന്ത് സംഭവിക്കും? ദോഷം സംഭവിക്കുമെന്ന് വിധി എഴുതി പൗലൂസിന്റെ മുന്നിൽ നിന്നുകൊണ്ട് അവർ വിധി എഴുതി കാത്തു നിൽക്കുമ്പോൾ അവൻ ഒരു ദോഷവും സംഭവിക്കാതെ, ദോഷം സംഭവിക്കുമെന്ന് വിചാരിച്ചവർ തന്നെ അവൻ ദേവൻ എന്ന് പറയത്തക്കവണ്ണം ദൈവിക പ്രവൃത്തി വെളിപ്പെടുകാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് നിങ്ങളോട് കൈമാറുന്ന ഒരു ആലോചന എന്ന് പറയുന്നത്, ഹല്ലേലൂയ, ദോഷം നിരൂപിച്ചിരിക്കുന്നവരുടെ മധ്യ തന്നെ ദൈവം നമ്മെ മാനിക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. സന്തോഷമുള്ള ഒരു കരങ്ങൾ തട്ടി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഈ 12 മണിക്കൂർ പ്രാർത്ഥനയുടെ അവസാനത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു ദൂത് കൈമാറുന്നു. ചിലർ നമ്മെ കുറിച്ച് വിചാരിക്കുന്നത് മരണമാണ്, ചിലർ നമ്മെ കുറിച്ച് വിചാരിക്കുന്നത് തകർച്ചയാണ്, ചിലർ നമ്മെ കുറിച്ച് വിചാരിക്കുന്നത് നമ്മൾ പ്രശ്നക്കാരാണ്, ചിലർ നമ്മെ കുറിച്ച് വിചാരിക്കുന്നത് മോശക്കാരാണ്. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ദൈവത്തിന്റെ പദ്ധതി നമ്മുടെ മേൽ, നമ്മുടെ കുടുംബത്തിന്റെ മേൽ, തലമുറയുടെ മേൽ വെളിപ്പെടുവാൻ പോകുന്നെന്ന് ഇന്ന് ഹല്ലേലൂയ ഈ പകലിൽ ദൈവത്തിന്റെ ആത്മാവ് ആലോചന കൈമാറുകയാണ്. ഹല്ലേലൂയ. ചിലരുടെ ദോഷം നിരൂപിക്കുന്നവരുടെ മധ്യ ദൈവം നമ്മെ മാനിക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അവൻ ഇപ്പോൾ സംഭവിക്കും. അവർ പറഞ്ഞ 2 കാര്യം ഇങ്ങനെയാണ്: ഒന്നീ അവൻ ചീർത്ത് പൊട്ടും, ഇല്ലെങ്കിൽ അവൻ എന്ത് ചെയ്യും? മരിച്ചു വീഴും. ഹല്ലേലൂയ. ഈ 2 കാര്യങ്ങളാണ് അവർ ചിന്തിച്ചത്. മെലിത്ത നിവാസികൾ, വിദ്യാഭ്യാസം കുറഞ്ഞ ഒരു പ്രത്യേക ദ്വീപിൽ താമസിക്കുന്ന അവർ വിചാരിച്ചത് എന്താണ്? ഹല്ലേലൂയ, കടലിൽ നീന്തി കയറി ഈ ദ്വീപിലെത്തിയ ഇവർ അവന്റെ കയ്യിൽ എന്ത് ചുറ്റിയതുകൊണ്ടാ? പാമ്പ് ചുറ്റി. അവരുടെ രീതി അനുസരിച്ച് ഒരുവന്റെ കയ്യിൽ പാമ്പ് അണലി ചുറ്റിക്കഴിഞ്ഞാൽ അവൻ എന്താണ്? അവൻ നീതി പ്രവൃത്തി ചെയ്യാത്തവൻ ആയതുകൊണ്ട് എന്ത് പറ്റി? അവന്റെ കയ്യിൽ പാമ്പ് ചുറ്റി. പാമ്പ് അണലി ചുറ്റിയവൻ പൊട്ടി ചീർക്കുകയോ മരിച്ചു വീഴുകയോ ചെയ്യും എന്ന് പറഞ്ഞാൽ, നീതി ദേവി അവൻ എന്ത് ചെയ്തു? അവനോട് കനിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് എന്ത് ചുറ്റിയത്? പാമ്പ് ചുറ്റിയത്. അതുകൊണ്ട് അവരുടെ രീതി അനുസരിച്ച് ഇവൻ ഇപ്പോൾ തന്നെ ദോഷം സംഭവിക്കുമെന്ന് വിചാരിച്ച് കാത്തിരിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയാണ്. ഇന്ന് പകല് ദൈവാത്മാവ് പറയുന്നു, എന്നെയും നിങ്ങളെയും കുറിച്ച് ചില വിധി എഴുതി വെച്ചിട്ടുണ്ട്. ആ വിധികളെ ദൈവം മാറ്റുവാൻ പോകുകയാണ്. ഈ 12 മണിക്കൂർ പ്രാർത്ഥന കൊണ്ട് നമ്മുടെ കുടുംബത്തെ, നമ്മുടെ തലമുറകളെ, നമ്മെ കുറിച്ച് വിധി എഴുതി വെച്ചിരിക്കുന്ന ചില വിധികളെ, ചില ചിന്തകളെ, ചില നിരൂപണങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് ഈ 12 മണിക്കൂർ പ്രാർത്ഥനയിൽ മാറ്റുമെന്ന് ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകലിൽ ഇടപെടുകയാണ്. നിന്നെ കുറിച്ച് നാട്ടുകാർ വിചാരിച്ചതുപോലെ അല്ല, നിന്നെ കുറിച്ച് ബന്ധുമിത്രാദികൾ വിചാരിച്ചതുപോലെ അല്ല, നിന്നെ കുറിച്ച് നിന്റെ സ്നേഹിതർ വിചാരിച്ചതുപോലെ അല്ല. ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടെന്ന് ഇന്ന് പകല് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ദൈവജനത്തോട് ഇടപെടുന്നു. നമ്മുടെ ദൈവത്തിന് നമ്മെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ.